Good afternoon, children. Today we are going to discuss our next topic, earthquake. It was 25th April 2015. 2015 April 25th ആയിരുന്നു ആ ദിവസം. I was walking along the streets of Kathmandu with my friends. ഞാൻ എൻ്റെ ഫ്രണ്ടിനോടൊപ്പം കാഠ്മണ്ഡുവിലെ സ്ട്രീറ്റ്സിലൂടെ നടക്കുകയായിരുന്നു. Suddenly, the huge buildings in front of us began to collapse. വളരെ പെട്ടെന്ന് തന്നെയും ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന കൂറ്റൻ കെട്ടിടങ്ങൾ തകർന്നു വീഴാൻ തുടങ്ങി. The ground beneath us sank like a swing. ഞങ്ങൾ നിന്നിരുന്ന സ്ഥലം ഊഞ്ഞാൽ പോലെ താഴേക്ക് പോകുന്നതായി തോന്നി. It was difficult to escape from the shower of bricks and dust from the collapsing buildings. കെട്ടിടങ്ങളിൽ നിന്നും മഴ പോലെ പെയ്തിറങ്ങുന്ന ഇഷ്ടികകളിൽ നിന്നും പൊടിപടലങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക പ്രയാസമായി തീർന്നിരിക്കുന്നു. Trenches developed in the road, making it impossible to run away. ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിൽ റോഡുകളിൽ ഗർത്തങ്ങൾ രൂപം കൊണ്ടിരിക്കുന്നു. The hotel complex where we stayed previous day had turned into a heap of bricks. കഴിഞ്ഞ ദിവസം ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടൽ കോംപ്ലക്സ് ഇടിഞ്ഞു വീണു കഴിഞ്ഞു. I realized that these are the rare moments between life and death. മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിലുള്ള അപൂർവ നിമിഷങ്ങളാണിതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. My eyes were witnessing the unbelievable. എൻ്റെ കണ്ണുകൾ അവിശ്വസനീയമായ കാഴ്ചകൾ കാണുകയാണ്. Within a few moments, the roads of the city had turned into trenches. കുറച്ചു മുമ്പ് വരെ സുന്ദരമായിരുന്ന നഗരത്തിലെ വീഥികൾ വിള്ളലുകൾ വീണ് കിടങ്ങുകളായി മാറിയിരിക്കുന്നു. Heaps of debris are formed in many parts of the city. കെട്ടിടാവശിഷ്ടങ്ങൾ നഗരത്തിൽ നിറയെ കുന്നുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. The moment I thought I was going to faint, a stranger came through the dust and debris and held me in a tight embrace, smiled at me and walked away without uttering a word. The smile of suffering and survival. എൻ്റെ ബോധം മറയുമെന്ന് തോന്നിയ നിമിഷം കുറച്ചകലെ പൊടിപടലങ്ങൾക്കിടയിൽ നിന്ന് എനിക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തി എഴുന്നേറ്റു വന്ന് ഗാഢമായി എന്നെ കെട്ടിപ്പിടിക്കുകയും മന്ദഹാസത്തോടുകൂടി ഒന്നും പറയാതെ നടന്നു പോവുകയും ചെയ്തു. സഹനത്തിന്റെയും അതിജീവനത്തിന്റെയും മന്ദഹാസം. What you have read is the earthquake experiences of Mr. Shering Dorji, a traveler in Nepal. ഷെറിംഗ് ഡോർജി എന്ന ട്രാവലറിന് നേപ്പാൾ എർത്ത്ക്വേക്കിലുണ്ടായ അനുഭവ സാക്ഷ്യമാണ് നാം ഇതുവരെയും വായിച്ചത്. Have you understood that most of the earthquakes concentrate along plate margins? ഒട്ടുമിക്ക എർത്ത്ക്വേക്സും പ്ലേറ്റ് മാർജിൻസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. What is an earthquake? എന്താണ് earthquake? earthquakeനെ കുറിച്ചുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ട്, കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് earthquake? earthquake എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ പറ്റിയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണെന്ന് നോക്കാം. What is an earthquake? Rocks in the deeper part of the earth undergo displacement and falls due to plate movements and other causes. Under such situations, severe pressure is exerted on the earth's lithosphere and seismic waves are generated. പ്ലേറ്റ് മൂവ്മെന്റ്സിന്റെയും മറ്റു കാരണങ്ങളാലും എർത്തിന്റെ ഡീപ്പർ പാർട്ടിലുള്ള റോക്സിന് ഡിസ്പ്ലേസ്മെന്റും ഫോൾട്ടിങ്ങും സംഭവിക്കുന്നു. അണ്ടർ സച്ച് സിറ്റുവേഷൻസ്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ
Severe pressure is exerted on the Earth's lithosphere. Earthന്റെ lithosphereൽ severe pressure exert ചെയ്യപ്പെടുകയും and seismic waves are generated. അവിടെ എന്ത് ജനറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു? seismic waves ജനറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. seismic waves means ഭൂകമ്പ തരംഗങ്ങൾ. അതിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്? ജസ്റ്റ് ലൈക്ക് വേവ്സ് ഇൻ എ പോണ്ട് സ്പ്രെഡിങ് ഇൻ ഓൾ ഡയറക്ഷൻസ് വെൻ എ ഹെവി ഒബ്ജക്ട് ഫോൾസ് ഇൻടു ഇറ്റ്. ശാന്തമായി കിടക്കുന്ന ഒരു പോണ്ടിലേക്ക് നമ്മളൊരു കല്ല് എടുത്ത് എറിയുകയാണ്, ഒരു ഭാരമേറിയ വസ്തു എടുത്ത് എറിയുമ്പോൾ ആ വസ്തു ചെന്ന് പതിക്കുന്ന ഭാഗത്തിന് ചുറ്റുപാടുമായിട്ട് സർക്കുലർ ഷേപ്പിൽ, വൃത്താകൃതിയിൽ തരംഗങ്ങൾ സഞ്ചരിക്കുന്നതായി കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ സീസ്മിക് വേവ്സ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. These waves create tremors on the earth's surface. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സീസ്മിക് വേവ്സ് എർത്തിന്റെ സർഫേസിൽ ട്രെമോസിന് കാരണമാകുന്നു. ട്രെമോസ് മീൻസ് പ്രകമ്പനത്തിന് കാരണമാകുന്നു. These tremors are experienced by us as earthquakes. ഈ ട്രെമോസ് നമുക്ക് എന്തായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നു? എർത്ത് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യുന്നു. Apart from plate movements and faulting, earthquakes occur due to other reasons as well. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലേറ്റ് മൂവ്മെന്റ്സും ഫോൾട്ടിങ്ങിന്റെയും ഫലമായിട്ട് എർത്ത് ഉണ്ടായതായിട്ടാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഈ പ്ലേറ്റ് മൂവ്മെന്റ്സും ഫോൾട്ടിങ്ങും കൂടാതെ എർത്ത് കാരണമാകുന്ന മറ്റെന്തെല്ലാം ഘടകങ്ങളുണ്ട് എന്ന് നമുക്ക് നോക്കാം. These are collapse of the roofs of mines. ഖനികളുടെ മേൽക്കൂര ഇടിഞ്ഞു വീഴുന്നത്, പ്രഷർ ഇൻ റിസർവോയേഴ്സ് ജലസംഭരണികളിലെ സമ്മർദ്ദം, വോൾക്കാനിക് ഇറപ്ഷൻസ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഇതെല്ലാം എന്തിന് കാരണമാണ്? എർത്ത് കാരണമാണ്. ഇതിനു മുൻപ് എക്സാമിന് ചോദിച്ചിട്ടുള്ള പാർട്ടാണ്. അവിടെ 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അത് മാത്രമല്ല 2 അല്ലാതെ കിടപ്പുണ്ട്. പ്ലേറ്റ് മൂവ്മെന്റ്സ്, ഫോൾട്ടിങ്, കൊളാപ്സ് ഓഫ് ദി റൂഫ്സ് ഓഫ് മൈൻസ്, പ്രഷർ ഇൻ റിസർവോയേഴ്സ്, വോൾക്കാനിക് ഇറപ്ഷൻസ്. 5 പോയിന്റ്സ് ഉണ്ട്. ആ 5 പോയിന്റ്സ് കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടതാണ്. The deep points inside the earth where the earthquake occurs are known as focus, and the point vertically above it on the earth's surface is known as epicenter. ഇതും 2 മാർക്കിന് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് എപ്പിസെന്റർ. ഫോക്കസ് എന്താണെന്ന് നോക്കാം. The deep points inside the earth where the earthquake occurs are known as focus. The deep points inside the earth, earthന്റെ ഇന്റീരിയർ പാർട്ടിൽ ഉള്ള ഡീപ് പോയിന്റ്സ് ആണിത്. അവിടെ എന്ത് സംഭവിക്കുന്നു? where the earthquake occurs, ഭൂമിയുടെ ആഴങ്ങളിൽ ഈ പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്ന കേന്ദ്ര ഭാഗത്തെയാണ് ഫോക്കസ് എന്ന് പറയുന്നത്. And the point vertically above it on the earth's surface. ഈ ഫോക്കസിൽ നിന്നും നേർമുകളിലായിട്ട്, the point vertically above it on the earth's surface, ഈ ഫോക്കസിന് നേരെ മുകളിലായിട്ട് കാണപ്പെടുന്ന എർത്തിന്റെ സർഫേസിലെ ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? എപ്പിസെന്റർ എന്ന് അറിയപ്പെടുന്നു. ഐഡന്റിഫൈ ആൻഡ് മാർക്ക് ദ ഫോക്കസ് ആൻഡ് ദ എപ്പിസെന്റർ ഇൻ ദ ഗിവൺ ഡയഗ്രാം. അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. 3 types of waves are produced from the focus during an earthquake: primary waves, secondary waves, and surface waves. 3 types of waves are produced from the focus during an earthquake. ഒരു earthquake സംഭവിക്കുമ്പോൾ അതിന്റെ ഫോക്കസിൽ നിന്നും 3 types of waves, 3 തരത്തിലുള്ള തരംഗങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. Which are they? Primary waves, secondary waves, and surface waves. The surface waves are the most destructive ones. ഈ 3 types of waves-ൽ most destructive, ഏറ്റവും വിനാശകാരിയായത് surface waves ആണ്. ഇത് 1 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. The seismic waves are recorded by an instrument called seismograph. സീസ്മോഗ്രാഫ് എന്ന ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്താണ് സീസ്മിക് വേവ്സ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. The Richter scale measures the intensity of energy released at the time of an earthquake. earthquakeന്റെ സമയത്ത് റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയുടെ ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ്
Richter scale. The Richter scale measures the intensity of energy released at the time of an earthquake. The earthquake that occurred in Chile has been the most severe one. It recorded an intensity of 9.5 in the Richter scale. ഇതുവരെ ഏറ്റവും തീവ്രത കണക്കാക്കിയിട്ടുള്ളത് ചിലിയിൽ ഉണ്ടായ earthquake-നാണ്. റിക്ടർ സ്കെയിലിൽ 9.5 ആണ് ഇതിന്റെ ഇന്റൻസിറ്റി റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് സുനാമി. സുനാമി നിങ്ങൾ കേട്ടിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. Tremor waves originating due to earthquakes, volcanic eruptions, meteor impact, etc. in the ocean floor generates huge sea waves rising to several meters. Such waves are called tsunamis. Tremor waves originating due to earthquakes, volcanic eruptions, meteor impact, etc. in the ocean floor. അപ്പോൾ ഓഷ്യൻ ഫ്ലോറിൽ ഉണ്ടാകുന്ന earthquakes, volcanic eruptions, meteor impact means ഉൽക്കാപതനം. ഇവയുടെയൊക്കെ ഫലമായി tremor waves originate ചെയ്യുകയും that generates huge sea waves rising to several meters. ഇങ്ങനെ ഒറിജിനേറ്റ് ചെയ്യുന്ന ട്രെമോ വേവ്സ് ഓഷ്യൻ ഫ്ലോറിൽ എന്തിന്റെ ജനറേഷന് കാരണമാകുന്നു? സെവറൽ മീറ്റേഴ്സ്, അനേകം മീറ്ററുകളോളം ഉയരത്തിൽ ഉയർന്നു പൊങ്ങുന്ന ഹ്യൂജ് സീ വേവ്സിന്റെ ജനറേഷന് കാരണമാകുന്നു. Such waves are called tsunamis. അപ്പോൾ സമുദ്രാന്തർഭാഗത്തുണ്ടാകുന്ന earthquakes, ഭൂകമ്പങ്ങൾ പലപ്പോഴും ഹ്യൂജ് സീ വേവ്സിന്റെ ജനറേഷന് കാരണമാവുകയും ഈ സീ വേവ്സ് എങ്ങനെയുള്ളതാണ്? അനേകം മീറ്ററുകളോളം ഉയർന്നു പൊങ്ങുന്ന ഭീമൻ തിരമാലകളുടെ രൂപീകരണത്തിന് കാരണമാകുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഈ ഭീമൻ തിരമാലകളാണ് സുനാമീസ്. It is the coastal regions mainly affected by the disastrous effects of tsunamis. ഈ സുനാമീസിന്റെ ഡിസാസ്ട്രസ് ഇഫക്ട്സ് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? കോസ്റ്റൽ റീജിയൻസിലാണ്. The visible impact of tsunami is the damage and destruction to life and property caused by it. The visible impact of tsunami is the damage and destruction to life and property caused by it. ഈ സുനാമി കോസ്റ്റൽ റീജിയനിൽ അഫക്റ്റ് ചെയ്യുകയും അവിടെ അധിവസിക്കുന്ന ജനതയുടെ ജീവനും സ്വത്തിനും ഉണ്ടാകുന്ന നാശനഷ്ടത്തിലൂടെയാണ് ഈ സുനാമിയുടെ ഡിസാസ്ട്രസ് ഇഫക്റ്റ് നാം മനസ്സിലാക്കുകയും ചെയ്യുന്നത്. കേരള കോസ്റ്റ് വാസ് ഓൾസോ അഫക്റ്റഡ് ബൈ സുനാമി ഓൺ 26 ഡിസംബർ 2004. ആ ഡേറ്റും ഇയറും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2004 ഡിസംബർ 26 നമ്മുടെ കേരള കോസ്റ്റിലും സുനാമി ഉണ്ടായി. This tsunami, which havoked India and Sri Lanka, was caused by the intense earthquake waves originated from Sumatra in Indian Ocean. This tsunami, which havoked India and Sri Lanka, ഇന്ത്യയിലും ശ്രീലങ്കയിലും വൻ നാശങ്ങൾ വിതച്ച ഈ സുനാമി was caused by the intense earthquake waves originated from Sumatra in Indian Ocean. ഇന്ത്യൻ ഓഷ്യനിലെ സുമാട്ര ഐലൻഡിൽ ഒറിജിനേറ്റ് ചെയ്ത ഇന്റൻസ് earthquake വേവ്സിന്റെ ഫലമായിട്ടാണ് ഇന്ത്യയെയും ശ്രീലങ്കയൊക്കെ വൻതോതിൽ അഫക്റ്റ് ചെയ്ത സുനാമി ഉണ്ടായത്. Tsunamis, avalanche and warning systems are widely in operation today. ഇന്ന് സുനാമി പര്യവേക്ഷണ കേന്ദ്രങ്ങളും സുനാമി മുന്നറിയിപ്പ് കേന്ദ്രങ്ങളുമെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. This system aims to identify the areas prone to tsunami and also to extend warning to the coastal areas so as to prevent loss of life.
This system, ഈ tsunami surveillance and warning systems, aims to എന്തിനാണ് അവർ ലക്ഷ്യം വെക്കുന്നത്? Identify the areas prone to tsunami, സുനാമി ബാധിത പ്രദേശങ്ങൾ കണ്ടെത്തുന്നതിനും and also to extend warning to the coastal areas so as to prevent loss of life. കോസ്റ്റൽ ഏരിയാസിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകുന്നതിനും അതുവഴി ജീവഹാനി തടയുന്നതിനുമാണ് ഈ സിസ്റ്റംസ് എയിം ചെയ്യുന്നത്. On behalf of the National Oceanic and Atmospheric Administration NOAA, a real-time tsunami monitoring system named DART, Deep Ocean Assessment and Reporting of Tsunami, has been established at various locations. On behalf of the National Oceanic and Atmospheric Administration, National Oceanic and Atmospheric Administrationന്റെ മേൽനോട്ടത്തിൽ ഡാർട്ട് എന്ന പേരിൽ ഒരു റിയൽ ടൈം സുനാമി മോണിറ്ററിംഗ് സിസ്റ്റം ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ആർ ബീങ് യൂട്ടിലൈസ്ഡ് ഫോർ ദ പർപ്പസ്. ഈ ലക്ഷ്യം നേടുന്നതിന് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഉപയോഗിക്കുകയും ചെയ്യുന്നു. വാട്ട് ആർ ദ മെഷേഴ്സ് വി ക്യാൻ ടേക്ക് ടു മിറ്റിഗേറ്റ് ദ ഇമ്പാക്ട് ഓഫ് സുനാമീസ്? സുനാമി മൂലമുള്ള ദുരിതങ്ങൾ, അതിന്റെ ഇമ്പാക്റ്റ് കുറയ്ക്കുന്നതിന് നമുക്ക് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുവാൻ സാധിക്കും? A recession in sea level may be an indicator of tsunami. സമുദ്ര ജലനിരപ്പ് കുറയുന്നത് സുനാമിയുടെ ഒരു സൂചനയാണ്. If so, move on to safer locations. A recession in sea level may be an indicator of tsunami. If so, move on to safer locations. A recession in sea ലെവലിൽ കുറവ് സംഭവിക്കുന്നത്, അല്ലെ സീ ലെവൽ താഴുന്നത് സുനാമിയുടെ സൂചനയാണ്. ഇഫ് സോ, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മൂവ് ഓൺ ടു സേഫർ ലൊക്കേഷൻസ്, സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് നീങ്ങുക. ടേക്ക് ഒഫീഷ്യൽ വാർണിംഗ്സ് സീരിയസ്ലി, ഒഫീഷ്യലായിട്ട് നമുക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പുകൾ ഗൗരവത്തിൽ എടുക്കുക. Don't arrive at self-conclusion that the dangerous situation is over. Wait for official declaration. Don't arrive at self-conclusion that the dangerous situation is over. അപകടകരമായ സാഹചര്യം കഴിഞ്ഞുവെന്ന് സ്വയം നിർണയിക്കാതിരിക്കുകയും വെയിറ്റ് ഫോർ ഒഫീഷ്യൽ ഡിക്ലറേഷൻ, ഒഫീഷ്യലായിട്ടുള്ള ഡിക്ലറേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യുക. Once trapped by tsunami waves, try to escape holding any floating materials firmly. Once trapped by tsunami waves, tsunami waves-ൽ അകപ്പെട്ട് കഴിഞ്ഞാൽ try to escape holding any floating materials firmly. പൊങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും വസ്തുവിൽ പിടിച്ചു കിടന്നുകൊണ്ട് രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയും ചെയ്യുക. NCC, Red Cross and other voluntary organizations has important role in disaster management activities in tsunami affected regions. സുനാമി അഫക്റ്റ് ചെയ്ത പ്രദേശങ്ങളിൽ നടത്തുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നമ്മുടെ സ്കൂളിൽ ഫംഗ്ഷൻ ചെയ്യുന്ന NCC, റെഡ് ക്രോസ്, മറ്റ് സന്നദ്ധ സംഘടനകൾ ഇവയ്ക്കെല്ലാം പ്രധാന പങ്ക് വഹിക്കാനുണ്ട്. You can also participate in such disaster management operations. ഇങ്ങനെയുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഓപ്പറേഷൻസിൽ നിങ്ങൾക്കും പങ്കാളികളാകുവാൻ സാധിക്കുകയും ചെയ്യും. നെക്സ്റ്റ് ടോപ്പിക്, വോൾക്കാനോസ്. You have learned that the plate margins are active with volcanoes. പ്ലേറ്റ് മാർജിൻസ് വോൾക്കാനോസ് കൊണ്ട് ആക്റ്റീവ് ആണെന്ന്, സജീവമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. The hot molten rock that comes out through the fissures on the crust. അതിന്റെ ക്രസ്റ്റിലെ ഫിഷേഴ്സിലൂടെ ഈ മോൾട്ടൻ റോക്ക് മെറ്റീരിയൽ പുറത്തേക്ക് വരുന്നു. Volcanoes are formed by such molten rock material coming out through the fissures along the plate margins. അപ്പോൾ പ്ലേറ്റ്സിന്റെ ഒക്കെ മൂവ്മെന്റിന്റെ ഫലമായി പ്ലേറ്റ് മാർജിനുകളിലൂടെ, ഈ പ്ലേറ്റ് മാർജിൻസിലെ ഫിഷേഴ്സ് വിള്ളലുകളിലൂടെ
ഹോട്ട് മോൾട്ടൻ റോക്ക് മെറ്റീരിയൽ പുറത്തേക്ക് വന്നാണ് എന്ത് രൂപം കൊള്ളുന്നത്? വോൾക്കാനോസ് രൂപം കൊള്ളുന്നത്. Nearly 80% of the world's volcanoes are situated around the Pacific Ocean. ലോകത്തിലെ 80% വോൾക്കാനോസും കാണപ്പെടുന്നത് എന്തിനു ചുറ്റുപാടുമായിട്ടാണ്? അറൌണ്ട് ദ പസഫിക് ഓഷ്യൻ, പസഫിക് ഓഷ്യന് ചുറ്റുപാടുമായിട്ടാണ്. This zone containing more than 452 volcanoes is known as the Pacific Ring of Fire. This zone containing more than 452 volcanoes, 452-ൽ വോൾക്കാനോസ് ഉൾക്കൊള്ളുന്ന ഈ പ്രദേശം ഏത് പേരിൽ അറിയപ്പെടുന്നു? ദ പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്നു. You know that volcanoes pose serious threats to life. Volcanoes മനുഷ്യന്റെ ജീവിതത്തിന് വൻ ഭീഷണിയാണ് എന്ന് നിങ്ങൾക്കറിയാം. But they are also useful in many ways. എന്നാൽ അവ നമുക്ക് പല രീതിയിലും ഗുണകരവുമാണ്. Don't you want to know how they are useful to man? ഈ വോൾക്കാനോസ് മനുഷ്യന് ഏതെല്ലാം തരത്തിൽ ഉപകാരപ്രദമാകുന്നു എന്നറിയണ്ടേ? ഇതിന് മുൻപ് എക്സാമിന് ചോദിച്ചിട്ടുള്ള പാർട്ടാണ്, ഇമ്പോർട്ടന്റ് ആണ്. The soil formed by the weathering of lava rocks is fertile. ലാവ റോക്സിന്റെ വെതറിങ്ങിന്റെ ഫലമായി ഫോം ചെയ്യപ്പെടുന്ന സോയിൽ വളരെയധികം ഫെർട്ടൈൽ ആണ്. എക്സാമ്പിൾ, ദ ബ്ലാക്ക് സോയിൽ ഓഫ് ദി ഡെക്കാൻ പ്ലാറ്റ്യൂ. ഡെക്കാൻ പ്ലാറ്റ്യൂവിൽ കാണപ്പെടുന്ന ബ്ലാക്ക് സോയിൽ ഇതിന് ഉദാഹരണമാണ്. വോൾക്കാനിക് ആഷ് ഈസ് എ ഗുഡ് മാനുവർ. വോൾക്കാനിക് ഇറപ്ഷന്റെ സമയത്ത് പുറത്തേക്ക് വരുന്ന വോൾക്കാനിക് ആഷ് വളരെ നല്ല ഒരു വളമാണ്. Geysers are formed in many volcanic regions. പല വോൾക്കാനിക് റീജിയൻസിലും ഗീസേഴ്സ്, ചൂട് നീരുറവകൾ രൂപം കൊള്ളുന്നു. Such regions are being developed as tourist centers. ഇങ്ങനെ ഗീസേഴ്സ് രൂപം കൊള്ളുന്ന ഭാഗങ്ങൾ ടൂറിസ്റ്റ് സെന്റേഴ്സ് ആയി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എക്സാമ്പിൾ, ദ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ, യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്, നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിലെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിൽ കാണുന്ന ദ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ ഇതിനൊരു എക്സാമ്പിൾ ആണ്. Is there any chance of volcanic eruptions in Kerala? ഈ ക്വസ്റ്റ്യനൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ കൊച്ചു കേരളത്തിൽ വോൾക്കാനിക് ഇറപ്ഷൻസിനുള്ള സാധ്യതകൾ ഉണ്ടോ? ഒന്ന് ചിന്തിച്ച് ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ ഒക്കെ മനസ്സിലാക്കി പോയി. ഓക്കെ, താങ്ക് യു.